ഹായ് ഡിയേഴ്സ്, ഞാൻ ആശാ സജി. സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സ്നേഹിക്കുക. നമുക്ക് ജീവിതത്തിൽ എന്ത് നേടണമെന്നുണ്ടെങ്കിലും സ്വയം സ്നേഹിക്കണം. സ്വയം സ്നേഹിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചിന്തിച്ചാലും നമ്മുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല നടക്കുന്നത്, നിങ്ങൾ എന്താണോ അതാണ് നടക്കുന്നത്. ഇനി നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മാറാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ചും സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാലേ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഉള്ളൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് സഹായിക്കും. ഇനി സ്വയം സ്നേഹിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക, അല്ലാതെ നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക. എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ അത്ര പോരാ, ഞാൻ അത്ര കഴിവുള്ള ആളല്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എനർജി കുറഞ്ഞു പോകും. അതിനു പകരം നിങ്ങളെ ഉയർത്തുന്ന രീതിയിലുള്ള പോസിറ്റീവ് വാക്കുകൾ പറയുക. എന്നെ കൊണ്ട് കഴിയും, ഞാൻ നല്ല കഴിവുള്ളയാളാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാക്കുകൾ നിങ്ങളോട് പറയുക. ഇനി നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? ഇല്ല എങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ശാരീരികവും മാനസികവുമായ ആരോഗ്യം സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സ്നേഹിക്കണം. കാരണം ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഡെയിലി ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, സ്കിൻ കെയർ ചെയ്യുക. ഇതൊക്കെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനി നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. അതായത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുക. ഒരു ഡയറിയിലോ നോട്ട്ബുക്കിലോ എഴുതിയിട്ട് അതൊന്ന് വായിച്ചിട്ട് ഫീൽ ചെയ്ത് നന്ദി പറയുക. അതായത് നിങ്ങൾക്ക് നന്ദിയുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ഇനി പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യം എന്താണോ അതിനെ നേരെ പോസിറ്റീവാക്കി മാറ്റുക. അതായത് ആ ചിന്ത പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് അഫർമേഷൻ എഴുതി വെക്കുക. അത് എല്ലാ ദിവസവും രാവിലെ ഉണർന്നാലുടനെയും രാത്രി കിടക്കുന്നതിന് മുൻപും എഴുതി വെച്ച അഫർമേഷൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യമാണ് നിങ്ങളെ വേദനിപ്പിച്ചവരോട് ഫോർഗീവ് ചെയ്യുക. ഇനി നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാനായിട്ട് കഴിയണം. നമുക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഫോർഗീവ് ചെയ്യുക. തെറ്റുപറ്റാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെയില്ല. അപ്പം നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, അല്ലാതെ അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കരുത്. അടുത്തതായിട്ട് നിങ്ങളെ അംഗീകരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങളെ അംഗീകരിക്കുക. ഇനി നിങ്ങളുടെ പോരായ്മകൾ എന്താണോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണോ അത് അതേപോലെ തന്നെ അംഗീകരിക്കുക. അടുത്തതായിട്ട് സെൽഫ് റെസ്പെക്റ്റ് ആണ്. നിങ്ങളെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ആരും നിങ്ങളെ വില കൽപ്പിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങളെ ഒരാൾക്ക് ആവശ്യമില്ല എങ്കിൽ അവരുടെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ്. അത് അവനവൻ്റെ വില കളയുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഗോൾ ഉണ്ടായിരിക്കണം. അത് എഴുതി വെക്കുക. നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഗോൾ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര പോകുന്നതാകാം, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്നതാവാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക.
ഇനി അടുത്തൊരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി, ഇനി എവിടെ എത്തണം എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക, അത് ചെയ്യുക. ഇനി നമ്മളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ ഒഴിവാക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് നോ പറയാൻ ശീലിക്കുക എന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നിങ്ങൾ നോ പറയാൻ പഠിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ നമ്മളിൽ പലരും നോ പറയാൻ മടിയാണ്. നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ട്, അതായത് താല്പര്യമില്ലാതിരുന്നിട്ടും പലതും ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് നല്ല രീതിയിൽ നോ പറയുക. ഇപ്പം അവരോട് ഇങ്ങനെ പറയാം, എനിക്ക് ഈ ഒരു സമയത്ത് തിരക്കാണ്, അതുകൊണ്ട് മറ്റൊരവസരത്തിൽ നിങ്ങളെ സഹായിക്കാം എന്ന് നല്ല രീതിയിൽ അവരോട് പറയാം. അങ്ങനെ നോ പറയാനായിട്ട് ശീലിക്കുക. ഇത് നമ്മളുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം സഹായിക്കും. ഇനി മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് ജീവിക്കാതെ നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, നിങ്ങളുടെ ആഗ്രഹങ്ങളിലൂടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.